ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 9ാമത്തെ കോഡാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള കോഡൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് 9ാമത്തെ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. 9ാമത്തെ കോഡ് എന്ന് പറഞ്ഞാൽ കുഡാണ്. ക്യാനിൻ്റെ പാസ്റ്റ് ഫോമാണ് കുഡ്. അപ്പോൾ കുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഞാനത് ചെയ്തു കഴിഞ്ഞു, അങ്ങനെയുള്ള അർത്ഥം വരുന്നതാണ് കുഡ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. കുഡ് സ്വിം. 5ാം വയസ്സിൽ നീന്താൻ കഴിഞ്ഞിരുന്നു എന്നെങ്ങനെ പറയാം? ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5. എനിക്ക് 5ാം വയസ്സിൽ നീന്താൻ കഴിഞ്ഞിരുന്നു. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5. എനിക്ക് 5ാം വയസ്സിൽ നീന്താൻ കഴിഞ്ഞിരുന്നു. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിഞ്ഞു. ഷീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. അവൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞു. ഷീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. അവൾക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിഞ്ഞു. മലകൾ കാണാൻ കഴിഞ്ഞു. കാണാനായി എന്നും പറയാം കേട്ടോ. വി കുഡ് സീ ദ മൗണ്ടെയിൻ. ഞങ്ങൾക്ക് മലകൾ കാണാൻ കഴിഞ്ഞു. ഇന്നലെ വരാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാ? ഹീ കുഡ് നോട്ട് കം യെസ്റ്റർഡേ. അവന് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല. ഹീ കുഡ് നോട്ട് കം യെസ്റ്റർഡേ. അവന് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല. എങ്ങനെ ചോദിക്കുക? കുഡ് യു ഹെൽപ്പ് മീ. നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയുമോ? കുഡ് യു ഹെൽപ്പ് മീ. നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയുമോ? സഹായിക്കാമോ എന്നെങ്ങനെ ചോദിക്കുക? കുഡ് യു ഹെൽപ്പ് മീ. നിങ്ങൾക്കെന്നെ സഹായിക്കാമോ? കുഡ് യു ഹെൽപ്പ് മീ. നിങ്ങൾക്കെന്നെ സഹായിക്കാമോ? വാങ്ങാമോ എന്നെങ്ങനെ ചോദിക്കുക? കുഡ് ഐ ബോറോ യുവർ പെൻ. നിങ്ങളുടെ പേന എനിക്ക് കടം വാങ്ങാമോ? കുഡ് ഐ ബോറോ യുവർ പെൻ. നിങ്ങളുടെ പേന എനിക്ക് കടം വാങ്ങാമോ? ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുന്നതിനാണ് ബോറോ എന്ന് പറയുക കേട്ടോ. സമയത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാ? ദേ കുഡ് ഫിനിഷ് ദ വർക്ക് ഓൺ ടൈം. അവർക്ക് ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ദേ കുഡ് ഫിനിഷ് ദ വർക്ക് ഓൺ ടൈം. അവർക്ക് ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വിചിത്രമായ ശബ്ദം കേൾക്കാനായി അല്ലെങ്കിൽ അപരിചിതമായ ശബ്ദം കേൾക്കാനായി എന്നെങ്ങനെ പറയാം? ഐ കുഡ് ഹിയർ എ സ്ട്രേഞ്ച് നോയ്സ്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ അപരിചിതമായ അല്ലെങ്കിൽ വിചിത്രമായ എന്നുള്ള അർത്ഥം വരും കേട്ടോ. ഐ കുഡ് ഹിയർ എ സ്ട്രേഞ്ച് നോയ്സ്. എനിക്കൊരു വിചിത്രമായ ശബ്ദം കേൾക്കാനായി. വളരെ നന്നായി നൃത്തം ചെയ്യാനായി എന്നെങ്ങനെ പറയാം? ഷീ കുഡ് ഡാൻസ് വെരി വെൽ. അവൾക്ക് നന്നായി നൃത്തം ചെയ്യാൻ കഴിഞ്ഞു. ഷീ കുഡ് ഡാൻസ് വെരി വെൽ. അവൾക്ക് നന്നായി നൃത്തം ചെയ്യാൻ കഴിഞ്ഞു. താക്കോൽ കണ്ടെത്താനായില്ല എന്നെങ്ങനെ പറയാം? വി കുഡ് നോട്ട് ഫൈൻഡ് ദ കീ. ഞങ്ങൾക്ക് താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വി കുഡ് നോട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാം? വി കുഡ് നോട്ട് ഫൈൻഡ് ദ കീ. ഞങ്ങൾക്ക് താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വി കുഡ് നോട്ട് ഫൈൻഡ്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ. കീ എന്ന് പറഞ്ഞാൽ താക്കോൽ. വി കുഡ് നോട്ട് ഫൈൻഡ് ദ കീ. ഞങ്ങൾക്ക് താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വാതിൽ തുറക്കാമോ എന്നെങ്ങനെ ചോദിക്കുക? കുഡ് യു ഓപ്പൺ ദ ഡോർ. നിങ്ങൾക്ക് വാതിൽ തുറക്കാമോ? കുഡ് യു ഓപ്പൺ ദ ഡോർ. നിങ്ങൾക്ക് വാതിൽ തുറക്കാമോ? സഹായിക്കാനാവും എന്നെങ്ങനെ പറയാം? ഐ കുഡ് ഹെൽപ്പ് യു ടുമാറോ. സഹായിക്കാനാവും. ഐ കുഡ് ഹെൽപ്പ് യു ടുമാറോ. എനിക്ക് നാളെ നിങ്ങളെ സഹായിക്കാനാകും. ഐ കുഡ് ഹെൽപ്പ് യു ടുമാറോ. എനിക്ക് നാളെ നിങ്ങളെ സഹായിക്കാനാവും. ടുമാറോ എന്ന് പറഞ്ഞാൽ നാളെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹെൽപ്പ് പറഞ്ഞാൽ സഹായം. റൈറ്റ്. അവൻ ശരിയായിരിക്കുമോ? കുഡ് ഹി ബി റൈറ്റ്. അവൻ ശരിയായിരിക്കുമോ എന്നെങ്ങനെ പറയാം? വി കുഡ് ട്രൈ എഗെയിൻ. നമുക്ക് വീണ്ടും ശ്രമിക്കാം. വി കുഡ് ട്രൈ എഗെയിൻ. നമുക്ക് വീണ്ടും ശ്രമിക്കാം. ഇല്ല എന്നിങ്ങനെ പറയാം? ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയും പറയാം കേട്ടോ. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു മിനിറ്റ് കാത്തിരിക്കാമോ എന്നെങ്ങനെ പറയാം? കുഡ് യു വെയിറ്റ് എ മൊമെൻറ്റ്. ഒരു മിനിറ്റ് കാത്തിരിക്കാമോ? കുഡ് യു വെയിറ്റ് എ മൊമെൻറ്റ്. ഒരു മിനിറ്റ് കാത്തിരിക്കാമോ? സത്യമാകുമോ എന്നെങ്ങനെ പറയാം? കുഡ് ദിസ് ബി ട്രൂ. ഇത് സത്യമായിരിക്കുമോ? കുഡ്
ദിസ് ബി ട്രൂ? ഇത് സത്യമായിരിക്കുമോ? വിളിക്കാമോ എന്നിങ്ങനെ പറയാം. കുഡ് യു കാൾ മീ ലേറ്റർ? പിന്നീട് എന്നെ വിളിക്കാമോ? കുഡ് യു കാൾ മീ ലേറ്റർ? പിന്നീട് എന്നെ വിളിക്കാമോ? വിളിക്കാമോ എന്നിങ്ങനെ ചോദിക്കുക. കുഡ് ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? കുഡ് ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? വിശദീകരിക്കാമോ എന്നിങ്ങനെ പറയാം. കുഡ് യു എക്സ്പ്ലെയിൻ ദീസ്? ഇത് വിശദീകരിക്കാമോ? കുഡ് യു എക്സ്പ്ലെയിൻ ദീസ്? ഇത് വിശദീകരിക്കാമോ എന്നിങ്ങനെ പറയാം. വി കുഡ് മീറ്റ് ടുമാറോ? നമുക്ക് നാളെ കാണാം. വി കുഡ് മീറ്റ് ടുമാറോ? നമുക്ക് നാളെ കാണാം. ചായ ഉണ്ടാക്കാം എങ്ങനെ പറയാം. ഐ കുഡ് മേക്ക് എ ടീ? എനിക്ക് ചായ ഉണ്ടാക്കാം. ഐ കുഡ് മേക്ക് എ ടീ? എനിക്ക് ചായ ഉണ്ടാക്കാം. മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നീന്താൻ കഴിഞ്ഞിരുന്നു എന്നിങ്ങനെ പറയാം. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് യങ്? ചെറുപ്പത്തിൽ എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് യങ്? ചെറുപ്പത്തിൽ എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു. സുഹൃത്തുക്കളാകാം എന്നിങ്ങനെ പറയാം. വി കുഡ് ബിക്കം ഗുഡ് ഫ്രണ്ട്? നമുക്ക് നല്ല സുഹൃത്തുക്കളാകാം. വി കുഡ് ബിക്കം ഗുഡ് ഫ്രണ്ട്? നമുക്ക് നല്ല സുഹൃത്തുക്കളാകാം. ട്രെയിനിൽ യാത്ര ചെയ്യാം എന്നിങ്ങനെ പറയാം. ദേ കുഡ് ട്രാവൽ ബൈ ട്രെയിൻ? അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം. ദേ കുഡ് ട്രാവൽ ബൈ ട്രെയിൻ? അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം. വാങ്ങാം എന്നിങ്ങനെ പറയാം. ഐ കുഡ് ബൈ എ ന്യൂ ഫോൺ? എനിക്കൊരു പുതിയ ഫോൺ വാങ്ങാം. ഐ കുഡ് ബൈ എ ന്യൂ ഫോൺ? എനിക്കൊരു പുതിയ ഫോൺ വാങ്ങാം. ഇരിക്കൂ എന്നിങ്ങനെ പറയാം. കുഡ് യു പ്ലീസ് ബി ക്വയറ്റ്? ദയവായി മിണ്ടാതിരിക്കൂ. കുഡ് യു പ്ലീസ് ബി ക്വയറ്റ്? ദയവായി മിണ്ടാതിരിക്കൂ. ഓർമ്മിക്കാനാകുന്നില്ല എന്നിങ്ങനെ പറയാം. ഐ കുഡ് നോട്ട് റിമെമ്പർ ഹിസ് നെയിം? അവൻ്റെ പേര് എനിക്ക് ഓർമ്മിക്കാനാകുന്നില്ല. ഐ കുഡ് നോട്ട് റിമെമ്പർ ഹിസ് നെയിം? അവൻ്റെ പേര് എനിക്ക് ഓർമ്മിക്കാനാകുന്നില്ല. തുടങ്ങാമോ എന്നിങ്ങനെ ചോദിക്കാം. കുഡ് വി സ്റ്റാർട്ട് നൗ? നമുക്കിപ്പോൾ തുടങ്ങാമോ? കുഡ് വി സ്റ്റാർട്ട് നൗ? നമുക്കിപ്പോൾ തുടങ്ങാമോ? എന്നിങ്ങനെ ചോദിക്കുക. കുഡ് വി സ്റ്റാർട്ട് നൗ? നമുക്കിപ്പോൾ തുടങ്ങാമോ? കുഡ് വി സ്റ്റാർട്ട് നൗ? നമുക്കിപ്പോൾ തുടങ്ങാമോ? യു കുഡ് ബി ബെറ്റർ? നിങ്ങൾക്ക് ഇതിലും നന്നായി ചെയ്യാം. ഇതിലും നന്നായി ചെയ്യാമെന്ന് എങ്ങനെ പറയാം. യു കുഡ് ഡു ബെറ്റർ? നിങ്ങൾക്ക് ഇതിലും നന്നായി ചെയ്യാം. യു കുഡ് ഡു ബെറ്റർ? നിങ്ങൾക്ക് ഇതിലും നന്നായി ചെയ്യാം. കുഡ് ഹി ആൻസർ ദ ഫോൺ? അവന് ഫോൺ എടുക്കാമോ? കുഡ് ഹി ആൻസർ ദ ഫോൺ? അവന് ഫോൺ എടുക്കാമോ? പാഠം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം. ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ? അവർക്ക് പാഠം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ? അവർക്ക് പാഠം മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം. ഷീ കുഡ് ആൻസർ എവരി ക്വസ്റ്റ്യൻ? അവൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിഞ്ഞു. ഷീ കുഡ് ആൻസർ എവരി ക്വസ്റ്റ്യൻ? അവൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിഞ്ഞു. എഴുതാമോ എന്നിങ്ങനെ പറയാം. കുഡ് യു റൈറ്റ് യുവർ നെയിം? നിങ്ങളുടെ പേര് എഴുതാമോ? കുഡ് യു റൈറ്റ് യുവർ നെയിം? നിങ്ങളുടെ പേര് എഴുതാമോ? എഴുതാമോ എന്നിങ്ങനെ പറയാം. കുഡ് ഇറ്റ് റൈൻ ടുഡേ? ഇന്ന് മഴ പെയ്യുമോ? കുഡ് ഇറ്റ് റൈൻ ടുഡേ? മഴ ഇന്ന് പെയ്യുമോ? പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് എങ്ങനെ പറയാം. വി കുഡ് ഈറ്റ് ഔട്ട്സൈഡ്? നമുക്ക് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. വി കുഡ് ഈറ്റ് ഔട്ട്സൈഡ്? നമുക്കിന്ന് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. ഡോക്ടറാവാമെന്ന് എങ്ങനെ പറയാം. ഹി കുഡ് ബിക്കം എ ഡോക്ടർ? അവനൊരു ഡോക്ടറാകാം. ഹി കുഡ് ബിക്കം എ ഡോക്ടർ? അവനൊരു ഡോക്ടറാകാം. എന്നിങ്ങനെ ചോദിക്കുക. കുഡ് യു സെൻഡ് ദ ഫയൽ? ഫയൽ അയക്കാമോ? കുഡ് യു സെൻഡ്? സെൻഡ് പറഞ്ഞാൽ അയക്കുക. സെൻഡ് ദ ഫയൽ? ഫയൽ അയക്കാമോ? പതുക്കെ സംസാരിക്കാമോ എന്നിങ്ങനെ ചോദിക്കുക. കുഡ് യു സ്പീക്ക് സ്ലോലി? പതുക്കെ സംസാരിക്കാമോ? കുഡ് യു സ്പീക്ക് സ്ലോലി? പതുക്കെ സംസാരിക്കാമോ? എന്നിങ്ങനെ പറഞ്ഞ. ഐ കുഡ് മേക്ക് ടീ? എനിക്ക് ചായ ഉണ്ടാക്കാം. ഐ കുഡ് മേക്ക് ടീ? എനിക്ക് ചായ ഉണ്ടാക്കാം. എന്നിങ്ങനെ പറയാം. ഷീ കുഡ് നോട്ട് സ്ലീപ്പ്? അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഷീ കുഡ് നോട്ട് സ്ലീപ്പ്? അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നമ്മളെ സഹായിക്കാമോ എന്നങ്ങനെ ചോദിക്കുക. കുഡ് ദേ ഹെൽപ്പ് അസ്? അവർക്ക് നമ്മളെ സഹായിക്കാമോ? കുഡ് ദേ ഹെൽപ്പ് അസ്? അവർക്ക് നമ്മളെ സഹായിക്കാമോ?
അധ്യാപകനോട് ചോദിക്കാമെന്നെങ്ങനെ പറയാം? യു കുഡ് ആസ്ക് യുവർ ടീച്ചർ. നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകനോട് ചോദിക്കാം. യു കുഡ് ആസ്ക് യുവർ ടീച്ചർ. നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകനോട് ചോദിക്കാം. താമസിക്കുക എന്നെങ്ങനെ പറയാം? വി കുഡ് സ്റ്റേ ഹിയർ. നമുക്ക് ഇവിടെ താമസിക്കാം. വി കുഡ് സ്റ്റേ ഹിയർ. നമുക്കിവിടെ താമസിക്കാം.